എന്താണ് രേവന്ത് റെഡ്ഡി പറയുന്നത്? ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ കേൾക്കാം. പറയൂ രേവന്ത് റെഡ്ഡി സാറേ. Smuggling. People are discussing about Sabarimala gold theft. My people, particular Telugu community, used to come to Sabarimala in lakhs. We have very belief on Sabarimala, where God is there. Then your party, your people have stolen the gold from Sabarimala. What is your answer for that? ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ശബരിമലയിൽ എത്തുന്നു എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാടും കർണാടകവും തെലുങ്കാനയും തെലുങ്കും ആന്ധ്രാപ്രദേശും ഒക്കെ തന്നെ ഒരുപാട് ആളുകളെ അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയ്ക്ക് അയക്കാറുണ്ട്. അതിൽ ഈ നാട് അവരോടൊക്കെ നന്ദിയുള്ളവരാണ്. ഇത് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. കാസർഗോഡ് ശരിക്കും കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കാൻ ഈ 4 മിനിറ്റ് കാട്ടി 4 മിനിറ്റ് കൂടെ കഴിയുമ്പം കേരളത്തിന്റെ ആകാശത്ത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാസ്മരികത എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടിക്കലാശം അരങ്ങേറും. ചുറ്റിക്കറക്കുകയാണ്. കറക്കുന്ന മോനെ ഓരോ സ്ഥാനാർത്ഥിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയാണ് ഇപ്പോൾ എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ നമുക്കൊപ്പം ചേരുന്നു. ഒരു കിടക്കാച്ചിക്കുട്ടൻ അവിടെ വൻകളി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടിക്കലാശത്തിൽ നൃത്യങ്ങൾ അരങ്ങുന്നതാണ്. അവിടെ അതൊരു പ്രത്യേക നൃത്തമാണ്. അത് കുട്ടിക്കലാശത്തിൽ മാത്രം കാണുന്ന പ്രായഭേദമില്ലാത്ത ആബാലവൃദ്ധം അഴിചേരുന്ന നൃത്തം അവിടെ തുടങ്ങുകയാണ്. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും. ഇതാ അവിടെ പാലക്കാട് നിന്നും ഷാരിഖ് നവാസ് ചെയ്യുന്നു. ഷാരിഖ്, എന്താണോ നമ്മൾ പാലക്കാട് പ്രചരണ വേദി തീർക്കേണ്ട ആവേശം, അത് അങ്ങനെ തന്നെ അവസാന മണിക്കൂറുകളിലും കെട്ടയ്ക്ക് കട്ട ഇഞ്ചോടിഞ്ച്. ഷാരിഖ്. ഹാഷ്മി, കത്തി ജ്വലിക്കുന്ന വേനൽ ചൂടിലും ഇവിടെ ആവേശം ആവേശം വാനോളം ഉയർന്നിരിക്കുകയാണ്. കത്തി ജ്വലിക്കുന്ന പാലക്കാടൻ വേനൽ ചൂടിലും കത്തി ജ്വലിക്കുന്ന ആവേശം വാനോളം ഉയർന്നിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി മേലാമുറി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. DJ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. മേലാമുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ഇവിടെ നിന്ന് നഗരം ചുറ്റി സുൽത്താൻപേട്ട ജംഗ്ഷനിൽ, അതായത് കൊട്ടിക്കലാശം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള സുൽത്താൻപേട്ട ജംഗ്ഷനിൽ സമാപിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം ഈ കുട്ടികൾ ചേരുന്നുണ്ട്. മോളെ, പിഷാരടി മാമൻ ജയിക്കും? ഉറപ്പായി 20,000 ഭൂരിപക്ഷം നമ്മൾ ഉറപ്പായി നമ്മൾ നോക്കും. ഈ പ്രാവശ്യം നമ്മൾ നോക്കും, എന്തായാലും ജയിക്കും. അങ്ങനെ 25,000 ഭൂരിപക്ഷം അത് നമ്മൾ എന്തായാലും എടുക്കും. അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്രാവശ്യം പിഷാരടി എന്തായാലും ജയിക്കും. പിഷാരടി മാമന് വേണ്ടി വന്നാണോ? പിഷാരടി ജയിക്കോ? എന്തായാലും ഒരു കുട്ടി വലിയ രാഷ്ട്രീയ പക്വതയോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും കോൺഗ്രസ്സുകാരി ആവണം, പിഷാരടി അനുകൂലമാണ്. പക്ഷേ ആ പ്രായത്തിൽ ഉറപ്പായും ഗൗരവത്തോടുകൂടി ഇക്കുറി എന്തായാലും പിഷാരടി ജയിക്കും എന്ന് പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾ വരെ സീരിയസ് ആയി രാഷ്ട്രീയം പറയുന്ന സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.